കഴിഞ്ഞ ദിവസം നമ്മൾ ഡയമെൻഷൻ തിയറമായിരുന്നു പറഞ്ഞു നിർത്തിയത്. ഡയമെൻഷൻ തിയറം ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ ഇമേജിൻ്റെയും കേർണലിൻ്റെയും അതുപോലെ അതിൻ്റെ ഡിപ്പാർച്ചർ സ്പേസിൻ്റെയും ഡയമെൻഷനെ തമ്മിൽ റിലേറ്റ് ചെയ്യിക്കുന്ന ഒരു തിയറാണ്. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് പറയുന്നത്? ദ ഡയമെൻഷൻ ഓഫ് ഡിപ്പാർച്ചർ സ്പേസ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഇമേജ് സ്പേസ് പ്ലസ് ഡയമെൻഷൻ ഓഫ് കേർണൽ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ഡയമെൻഷൻ ഓഫ് ഇമേജിനെയാണ് നമ്മൾ റാങ്ക് എന്ന് വിളിക്കുന്നത്, അതുപോലെ ഡയമെൻഷൻ ഓഫ് കേർണലിനെ നള്ളിറ്റി എന്ന് വിളിക്കും. ഓക്കെ, അങ്ങനെയാകുമ്പം ഡയമെൻഷൻ തിയറി എങ്ങനെ പറയാം? റാങ്ക് പ്ലസ് നള്ളിറ്റി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഡിപ്പാർച്ചർ സ്പേസ്. ഓക്കെ, നമുക്കവിടെ കുറച്ച് എക്സസൈസ് ഉണ്ട്. എക്സസൈസ് 6.21. ലെറ്റ് വി ബി എ വെക്റ്റർ സ്പേസ് ഓഫ് ഡയമെൻഷൻ n greater than or equal to 1. If f from v to v is linear, prove that the following statements are equivalent. 1. Image of f is equal to kernel of f. 2. F not equal to 0, f square is equal to 0, n is even, and rank of f is 1/2 into n. Okay, ഇക്വലൻ്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതേപോലെ നമ്മൾ 1 implies 2 2 implies 1 പ്രൂവ് ചെയ്യണം. ഓക്കെ, 1 implies 2 പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ 1 അസ്യൂം ചെയ്യുക. ഓക്കെ, 1ൽ എന്താണ് പറയുന്നത്? ഇമേജ് ഓഫ് എഫ് ഇസ് ഇക്വൽ ടു കേർണൽ ഓഫ് എഫ് എന്നാണ് 1 പറയുന്നത്. ഓക്കെ, ഇഫ് 1 ഹോൾസ് then for every x belongs to v, we have f of x belongs to image of f which is equal to kernel of f. ഓക്കെ, അപ്പോൾ നമ്മളൊരു വിയിൽ നിന്ന് ഒരു എക്സ് എടുത്തു. ഓക്കെ, വിയിൽ നിന്ന് എക്സ് എടുക്കുമ്പം എഫ് ഓഫ് എക്സ് എവിടുത്തെ എലമെൻ്റ് ആയിരിക്കും? ഇമേജ് ഓഫ് എഫിലെ എലമെൻ്റ് ആയിരിക്കുമല്ലോ. ഓക്കെ, പിന്നെ നമുക്ക് തന്നിട്ടുണ്ട് ഇമേജ് ഓഫ് എഫും കേർണൽ ഓഫ് എഫും സെയിം ആണ്. ഇതിപ്പോൾ നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് എക്സ് കേർണൽ ഓഫ് എഫിലെ എലമെൻ്റ് ആണ്. ഓക്കെ, ഇനി ഒരു എലമെൻറ്റ് എ എന്ന് പറഞ്ഞ എലമെൻറ്റ് കേർണൽ ഓഫ് എഫിലുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു 0 എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അതായത് എ 0യിലേക്ക് മാപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു കേർണൽ ഓഫ് എഫ് എന്ന് കിട്ടി. ഓക്കെ, ദാറ്റ് ഈസ് നമുക്ക് എന്ത് പറയാം? വിച്ച് ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയാലോ. എഫ് ഓഫ് എക്സ് കേർണൽ ഓഫ് എഫിലുണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എക്സിൻ്റെ ഇമേജ് 0 ആണ്. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് 0 ആണ്. ഓക്കെ, അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് സ്ക്വയർ ഓഫ് എക്സ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഏത് എക്സ് ബിലോങ്സ് ടു വി എടുത്താലും നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എഫ് സ്ക്വയർ ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അങ്ങനെയാകുമ്പം എഫ് സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ 0 ആയിരിക്കുമല്ലോ. എക്സിലെ വിയിലെ ഏത് എക്സ് എടുത്താലും എഫ് സ്ക്വയർ ഓഫ് എക്സ് 0 ആണ്. ദെയർഫോർ എഫ് സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ 0 ആണ്. ഓക്കെ, അപ്പോൾ അത് നമുക്കത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിനകത്തെ ഒരു കാര്യമാണ് എഫ് സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് പറയുന്നുണ്ട് എഫ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എഫ് നോട്ട് ഈക്വൽ ടു 0 എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, എഫ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് അസ്യൂം ചെയ്യുന്നു? എഫ് ഇസ് ഈക്വൽ ടു 0 എന്ന് അസ്യൂം ചെയ്യുന്നു. അതായത് കോൺട്രഡിക്ഷൻ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അവിടെ എന്തെങ്കിലും തെറ്റായ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ കോൺട്രഡിക്ഷൻ എഫ് ഇസ് ഈക്വൽ ടു 0 എന്ന് അസ്യൂം ചെയ്തു. ഓക്കെ, എഫ് 0 ആണ് എന്ന് വെച്ചാൽ എന്താണ്? എഫ് എന്ന് പറയുന്നത് എവിടെ നിന്ന് എങ്ങോട്ടുള്ള ഫംഗ്ഷനാണ്? വിയിൽ നിന്ന് വിയിലേക്കുള്ള ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പം എഫ് 0 എന്ന് പറഞ്ഞാൽ ഈ വിയിലെ എല്ലാ എലമെൻസിനെയും ഇവിടെയുള്ള വിയിലെ 0യിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് പറയാം? ഇവിടെ കേർണൽ എന്ന് പറയുന്നത് ഈ ഫുൾ വി തന്നെ വരത്തില്ലേ? കാരണം വിയിലെ എല്ലാ എലമെൻസിൻ്റെ ഇമേജ് 0 ആണ്. അതേപോലെ കേർണൽ ഓഫ് എഫ് എന്ന് പറയുന്നത് ഈ ഫുൾ വി വരും. ഓക്കെ, ഹെൻസ് ദ കോൺട്രഡിക്ഷൻ. ഓക്കെ, ഡയമെൻഷൻ ഓഫ് വി എൻ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്? വിയും കേർണൽ ഓഫ് എഫും സെയിം ആണ്. ദെയർഫോർ ഡയമെൻഷൻ ഓഫ് വിയും ഡയമെൻഷൻ ഓഫ് കേർണൽ ഓഫും സെയിം ആണല്ലോ. ഓക്കെ, അപ്പോൾ ഡയമെൻഷൻ ഓഫ് വി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് കേർണൽ ഓഫ് എഫ്. പിന്നെ നമുക്ക് ഫസ്റ്റ് കണ്ടീഷനകത്തുണ്ട് കേർണലും ഇമേജ് എഫും സെയിം ആണെന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡയമെൻഷനും സെയിം ആവുമല്ലോ. ദെയർഫോർ ഡയമെൻഷൻ ഓഫ് കേർണൽ ഓഫ് എഫ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഇമേജ് ഓഫ് എഫ്. ഓക്കെ, നമ്മൾ എഫ് എന്തായിട്ട് അസ്യൂം ചെയ്തേ? എഫ് ഈസ് ഈക്വൽ ടു 0 ആയിട്ട് അസ്യൂം ചെയ്തേ. ഓക്കെ, അപ്പം എഫിൻ്റെ ഇമേജ് സെറ്റ് ഏതാണ്? സെറ്റ് 0 അല്ലേ? ഇമേജ് ആയിട്ട് 0 മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ സെറ്റ് 0യുടെ ഡയമെൻഷൻ എന്താണ്? 0 ആണ്. സെറ്റ് 0 എന്ന സബ്സ്പേസിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ,
ഓക്കെ, അപ്പം ഡയമെൻഷൻ ഓഫ് ഇമേജ് ഓഫ് എഫ് ഇസിക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? n ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടിയല്ലോ. അത് പോസിബിൾ ആണോ? ഇറ്റ് ഈസ് എ കോൺട്രഡിക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് കോൺട്രഡിക്ഷൻ കിട്ടാൻ കാരണം എന്തായിരുന്നു? എഫ് ഇസിക്വൽ ടു 0 നമ്മൾ അസ്യൂം ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഹെൻസ് എഫ് ഈസ് നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, ഇനി നമുക്ക് പ്രൂവ് ചെയ്യണം. അവിടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് n ഈവൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ റാങ്ക് ഓഫ് എഫ് 1/2 ഇൻറ്റു n ആണെന്നും കൂടെ പ്രൂവ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഡയമെൻഷൻ തിയറത്തിൽ പറഞ്ഞു എന്തായിരുന്നു? ഡയമെൻഷൻ ഓഫ് വി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് കേർണൽ ഓഫ് എഫ് പ്ലസ് ഡയമെൻഷൻ ഓഫ് ഇമേജ് ഓഫ് എഫ് ആണ്. ഓക്കെ, ഡയമെൻഷൻ ഓഫ് വി n ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് എന്താണ് പറയുന്നത്? കേർണൽ ഓഫ് എഫ് ഇസ് ഈക്വൽ ടു ഇമേജ് ഓഫ് എഫ് എന്നാണ്. അപ്പോൾ എന്താണ്? കേർണൽ ഓഫ് എഫിൻ്റെ ഡയമെൻഷനും ഇമേജ് ഓഫ് എഫിൻ്റെ ഡയമെൻഷനും സെയിം ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? അതിൻ്റെ സമ്മിനെ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു ഡയമെൻഷൻ ഓഫ് എഫ് എന്ന് എഴുതാമല്ലോ. ഡയമെൻഷൻ ഓഫ് ഇമേജ് ഓഫ് എഫ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? n എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടി? 2 ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ഇമേജ് ഓഫ് എഫ്. ഓക്കെ, അതായത് n എന്ന് പറയുന്നത് 2-ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? n ഈസ് ആൻ ഈവൻ നമ്പർ. ഓക്കെ, n ഈവൻ ആയി. ഇനി എന്താണ്? ഡയമെൻഷൻ ഓഫ് റാങ്ക് n/2 ആണെന്ന് കാണിക്കണം. റാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയമെൻഷൻ ഓഫ് ഇമേജ് ഓഫ് എഫ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ എന്ത് കിട്ടി? 2 ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ഇമേജ് ഓഫ് എഫ് എന്ന് പറയുന്നത് n കിട്ടി. ഓക്കെ, അപ്പോൾ ഡയമെൻഷൻ ഓഫ് ഇമേജ് ഓഫ് എഫ് എന്ത് വരും? n/2. ഓക്കെ, ഡയമെൻഷൻ ഓഫ് ഇമേജ് ഓഫ് എഫ് എന്ന് പറയുന്നതാണ് റാങ്ക്. ദെർഫോർ റാങ്ക് n/2 ആയിട്ട് നമുക്ക് കിട്ടി. ഓക്കെ, ഇപ്പോൾ 1 ഇംപ്ലൈസ് 2 നമ്മൾ ചെയ്തു. ഇനി എന്താണ്? 2 ഇംപ്ലൈസ് 1 പ്രൂവ് ചെയ്യണം. ഇപ്പോൾ 2 എന്ന് പറയുന്നത് എഫ് നോട്ട് ഈക്വൽ ടു 0, എഫ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 0, n ഈസ് ഈവൻ ആൻഡ് റാങ്ക് ഓഫ് എഫ് ഈസ് n/2 എന്നാണ്. നമുക്കിനി പ്രൂവ് ചെയ്യേണ്ടത് ഇമേജ് ഓഫ് എഫ് ഇസ് ഈക്വൽ ടു കേർണൽ ഓഫ് എഫ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, 2 implies 1. If 2 holds, then f square of x is equal to 0. ഓക്കെ, 2-ൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് പറയുന്നുണ്ട് എഫ് സ്ക്വയർ 0 ആണെന്ന് പറയുന്നുണ്ട്. എഫ് സ്ക്വയർ എന്ന ഫംഗ്ഷൻ 0 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എഫ് സ്ക്വയർ എഫ് എക്സ് ഈക്വൽ ടു 0 ഫോർ എവരി എക്സ് ബിലോങ്സ് ടു വി. ഓക്കെ, എഫ് സ്ക്വയർ എഫ് എക്സ് 0 എന്ന് വെച്ചാൽ എന്താണ്? എഫ് ഓഫ് എക്സ് 0 എന്നല്ലേ? ഓക്കെ, എഫ് ഓഫ് എക്സ് 0 എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? എഫ് ഓഫ് എക്സ് കേർണലിൻ്റെ അകത്തെ എലമെൻ്റ് ആണ്. ഓക്കെ, അതാണ് നമുക്കിങ്ങനെ കിട്ടിയത്. എഫ് സ്ക്വയർ ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0. ഓക്കെ, അതെന്ത് ഇംപ്ലൈ ചെയ്യും? എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു കേർണൽ ഓഫ് എഫ്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ് ബിലോങ്സ് ടു വി എടുത്താൽ നമുക്കറിയാം എഫ് ഓഫ് എക്സ് എവിടുത്തെ എലമെൻ്റ് ആയിരിക്കും? ഇമേജ് ഓഫ് എഫിലെ എലമെൻ്റ് ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പം എഫ് ഓഫ് എക്സ് ഇമേജ് ഓഫ് എഫിലെ എലമെൻ്റ് ആണ് ശരിക്കും. പക്ഷേ നമുക്ക് എഫ് സ്ക്വയർ 0 ആകുന്ന കേസ് നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കേർണൽ ഓഫ് എഫിലെ എലമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ്? എഫ് ഓഫ് എക്സ് ഇമേജ് ഓഫ് എഫിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ എഫ് ഓഫ് എക്സ് കേർണൽ ഓഫ് എഫിലും കാണും. ഓക്കെ, അപ്പം ദെർഫോർ ഇമേജ് ഓഫ് എഫ് ഈസ് എ സബ്സെറ്റ് ഓഫ് കേർണൽ ഓഫ് എഫ് എന്ന് പറയാമല്ലോ. കാരണം ഇമേജ് ഓഫ് എഫിലെ എലമെൻറ്റ്സ് ആണ് എഫ് ഓഫ് എക്സ്. അങ്ങനെ എല്ലാ എഫ് ഓഫ് എക്സും കേർണൽ ഓഫ് എഫിലുണ്ട്. ദെർഫോർ ഇമേജ് ഓഫ് എഫ് ഈസ് എ സബ്സെറ്റ് ഓഫ് കേർണൽ ഓഫ് എഫ്. ഓക്കെ, ബൈ ദ ഡയമെൻഷൻ തിയറം ഡയമെൻഷൻ ഓഫ് വി ഈസ് ഇക്വൽ ടു റാങ്ക് പ്ലസ് നള്ളിറ്റി. ഓക്കെ, ഇനി ഡയമെൻഷൻ ഓഫ് വി n എന്ന് തന്നിട്ടുണ്ട്. റാങ്ക് n/2 എന്ന് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പ്ലസ് നള്ളിറ്റി. അപ്പോൾ നള്ളിറ്റി എന്ത് വരും? നള്ളിറ്റി എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് കേർണൽ ഓഫ് എഫ് ഇസ് ഇക്വൽ ടു ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ n മൈനസ് n/2 വരും. ദാറ്റ് ഈസ് n/2 നമുക്ക് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ഡയമെൻഷൻ ഓഫ് കേർണൽ ഓഫ് എഫ് എന്ന് പറയുന്നത് നമുക്ക് n/2 കിട്ടി. ഓക്കെ, ഇനി റാങ്കും എന്താണ്? റാങ്കും n/2 നമുക്ക് തന്നിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് റാങ്കും n/2 തന്നിട്ടുണ്ട്. അതുപോലെ നമുക്കിപ്പോൾ എന്ത് കിട്ടി? നള്ളിറ്റിയും n/2 എന്ന് കിട്ടി. അതായത് എന്തൊക്കെയാണ്? ഇമേജ് സ്പേസിൻ്റെയും ഇമേജ് ഓഫ് എഫിൻ്റെയും കേർണൽ ഓഫ് എഫിൻ്റെയും ഡയമെൻഷൻസ് സെയിം ആണ്. n/2 ആണ് കിട്ടുന്നത്. ഓക്കെ, പിന്നെ എന്താ? നമുക്ക് ഇവിടെ നിന്ന് ആദ്യം കിട്ടിയായിരുന്നു ഇമേജ് ഓഫ് എഫ് എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് കേർണൽ ഓഫ് എഫ് ആണ്. ഓക്കെ, ഇമേജ് ഓഫ് എഫ് സബ്സെറ്റ് ഓഫ് കേർണൽ ഓഫ് എഫ് ആണ്. അതുപോലെ ഡയമെൻഷൻ ഓഫ് കേർണൽ ഓഫ് എഫും ഡയമെൻഷൻ ഓഫ് ഇമേജ് ഓഫ് എഫും സെയിമുമാണ്.
അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്ത് പറയാം, ആ രണ്ട് സെറ്റും സെയിം ആയിരിക്കുമല്ലോ. നമ്മളൊരു തിയറം പഠിച്ചിട്ടുണ്ട്, W സബ്സെറ്റ് ഓഫ് V ആൻഡ് dimension of W is equal to dimension of V implies W is equal to V. ഓക്കെ, വിയുടെ സബ്സെറ്റാണ് W, അതുപോലെ അതിൻ്റെ രണ്ടിൻ്റെ ഡയമെൻഷൻ സെയിം ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, അത് രണ്ടും സെയിം ആയിരിക്കും. ഓക്കെ, ഡബ്ല്യുവും വിയും സെയിം ആയിരിക്കും. അതുപോലെയല്ലേ നമുക്ക് ഇവിടെ കിട്ടിയത്, ഇമേജ് ഓഫ് എഫ് ഇസ് എ സബ്സെറ്റ് ഓഫ് കേർണൽ ഓഫ് എഫ് ആൻഡ് ഡയമെൻഷൻ ഓഫ് കേർണൽ ഓഫ് എഫും ഡയമെൻഷൻ ഓഫ് ഇമേജ് ഓഫ് എഫും സെയിം ആണ്. ദെയർഫോർ നമ്മുടെ തിയറം 5.9 ആയിരുന്നു. തിയറം 5.9 വെച്ച് നമുക്ക് എന്ത് പറയാം, കേർണൽ ഓഫ് എഫും ഇമേജ് ഓഫ് എഫും സെയിം ആണ്. അതാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അതായിരുന്നു. ഓക്കെ, second is, give an example of a vector space V and a linear mapping F from V to V with the property that not every element of V can be written as the sum of an element of image of F and an element of kernel of F. ഓക്കെ, എഫ് വിയിൽ നിന്ന് വിയിലേക്കുള്ളൊരു ലീനിയർ മാപ്പിംഗ് ആയിരിക്കണം. അങ്ങനെ ഒരു ലീനിയർ മാപ്പിംഗ് കണ്ടുപിടിക്കുക. അതിൻ്റെ പ്രോപ്പർട്ടി എന്താണ്, not every element of V can be written as the sum of an element of image of F and an element of kernel of F. Okay. So consider the differentiation map D from R2 of X. Okay, R2 താഴെയാണ്, R2 of X to R2 of X. R2 of X എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, the collection of all polynomials having degree at most 2. അറ്റ്മോസ്റ്റ് 2 വരുന്ന പോളിനോമിയൽസിൻ്റെ കളക്ഷനാണ് R2 of X എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഡിഫറൻസിയേഷൻ മാപ്പ് നമ്മൾ പഠിച്ചായിരുന്നല്ലോ. അപ്പോൾ ഡിഫറൻസിയേഷൻ മാപ്പിനകത്ത് ഇമേജ് ഓഫ് ആർ, നമ്മളിപ്പം ഡി ഫ്രം Rn of X to Rn of X ആണെങ്കിൽ ദ ഇമേജ് ഓഫ്, അതായത് എഫ് ഓഫ് Rn of X നമുക്ക് എന്തായിട്ടായിരുന്നു കിട്ടിയത്, എഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡി ആണ്. ഡി ഓഫ് Rn of X നമുക്ക് എന്തായിരുന്നു കിട്ടിയെന്ന് ഓർക്കുന്നുണ്ടോ, ഇമേജ് എന്ന് പറയുന്നത് ഡി ആണ്. ഇമേജ് ഓഫ് ഡി എന്ന് പറയുന്നത് ഡി ഓഫ് Rn of X. ഡി ഓഫ് Rn of X നമുക്ക് കിട്ടിയിരുന്നത് Rn-1 of X എന്നായിരുന്നു. ഓക്കെ, ഡി ഓഫ് Rn of X എന്ന് പറഞ്ഞാൽ Rn-1 of X ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, R2 of X ആ. അപ്പം എൻ്റെ ഡി ഓഫ് R2 of X എന്തായിരിക്കും, ഡി ഓഫ് R2 of X എന്ന് പറഞ്ഞാൽ R1 of X, അതായത് ദ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി അറ്റ് മോസ്റ്റ് 1, അതായത് അവിടെ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽസും ലീനിയർ പോളിനോമിയൽസേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടുത്തെ ഇമേജ്, ഇതാണ് ഇമേജ് സെറ്റ്. ഇനി എന്താണ് നമുക്ക് കേർണൽ, നമുക്ക് എന്താ കാണിക്കേണ്ടത്, എന്താണ് വെക്റ്റർ സ്പേസിലെ എല്ലാ എലമെൻറ്റിനെയും ഇമേജിലെ ഒരു എലമെൻറ്റിൻ്റെയും കേർണലിലെ ഒരു എലമെൻറ്റിൻ്റെയും സമ്മായിട്ട് എഴുതാൻ പറ്റത്തില്ലെന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി എന്താ നമുക്ക് കേർണൽ ഓഫ് ഡി എന്താണ്, അതായത് R2 of X ഏതൊക്കെ എലമെൻറ്റ്സ് ആണ് R2 of X 0യിലേക്ക് മാപ്പ് ചെയ്യുന്നത്, ഏതൊക്കെ എലമെൻ്റ് ആണ്, കോൺസ്റ്റൻറ്റ് പോളിനോമിയൽസ് അല്ലേ. കോൺസ്റ്റൻറ്റ് പോളിനോമിയൽസ് ആണ് 0യിലേക്ക് മാപ്പ് ചെയ്യുന്നത്, അതായത് കോൺസ്റ്റൻറ്റ് പോളിനോമിയൽസിൻ്റെ ഡെറിവേറ്റീവ് ആണ് 0 വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ R2 of X x² എന്ന് പറഞ്ഞ ടേം കൺസിഡർ ചെയ്യുക. x² എന്ന് പറയുന്ന R2 of X ഒരു എലമെൻ്റ് ആണല്ലോ. ഓക്കെ, അപ്പോൾ x² ഈ ഇമേജിൻ്റെയും കേർണലിൻ്റെ അകത്ത് ഏതെങ്കിലും എലമെൻസിൻ്റെ സമ്മായിട്ട് എഴുതാൻ പറ്റുമോ എന്ന് നോക്കണം. ഓക്കെ, നമുക്കറിയാം ഇമേജ് ഓഫ് ഡി എന്ന് പറയുന്നത് എന്താണ്, പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി മോസ്റ്റ് 1. ഓക്കെ, അതായത് അതിനെ സ്പാൻ ചെയ്യുന്ന ഏതൊക്കെ സെറ്റായിരിക്കും, ഇമേജിനെ സ്പാൻ ചെയ്യുന്ന 1 x എന്ന് പറഞ്ഞ സെറ്റായിരിക്കും, കാരണം പോളിനോമിയൽസ് ഹാവിങ് മോസ്റ്റ് ഡിഗ്രി 1. ഓക്കെ, ഇനി അടുത്ത എന്താണ്, കേർണൽ ഓഫ് ഡി എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റൻറ്റ് പോളിനോമിയൽസ്, അതായത് ഫുൾ 6 വരും. ഓക്കെ, അപ്പോൾ 6നെ സ്പാൻ ചെയ്യുന്നത് 1 ആണ്. ഓക്കെ, അപ്പം x² നമുക്ക് ഇതിൻ്റെ ടേംസിൽ എഴുതാൻ പറ്റുമോ, സമ്മായിട്ട് എഴുതാൻ പറ്റുമോ, ഇതിനകത്ത് 1x, അപ്പോൾ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻസ് ഈ സെറ്റിൻ്റെ അകത്ത് വരുള്ളൂ. അതുപോലെ ഇത് ഫുള്ള് 6 എലമെൻറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ x² ഈ ഏതെങ്കിലും എലമെൻറ്റ്സിൻ്റെ സമ്മായിട്ട് നമുക്ക് എഴുതാൻ പറ്റുമോ, ഇത് സ്പാൻ ചെയ്യുന്ന ഏതെങ്കിലും എലമെൻ്റ് ആയിട്ട് നമുക്ക് x² എഴുതാൻ പറ്റുമോ, ഇല്ലല്ലോ, കാരണം ഇവിടെ മോസ്റ്റ് ഡിഗ്രി 1 വരുള്ളൂ. ഡിഗ്രി 1 ആയിട്ട് വരുന്ന പോളിനോമിയൽസും അതുപോലെ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽസും ഉള്ളൂ.
ഓക്കെ, അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഒരു സമ്മായിട്ട് നമുക്ക് എക്സ് സ്ക്വയറിന് എഴുതാൻ പറ്റത്തില്ല. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ. നെക്സ്റ്റ് ഈസ് എക്സാമ്പിൾ 6.23. In the vector space of real continuous functions, let W is equal to span of sin cos. Determine the nullity of nu from W to R where nu is given by. ഓക്കെ, 3 ന്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ എല്ലാം ഓരോ ന്യൂവിൻ്റെയും നള്ളിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻ നമ്മൾ ഒരു എക്സാമ്പിളിനകത്ത് കണ്ടായിരുന്നു. എക്സാമ്പിൾ 6.7 അവിടെ നമുക്ക് ഈ ഫംഗ്ഷൻ തന്നെയായിരുന്നു. അവിടെ നമുക്ക് നൾ സ്പേസ് എന്താ കിട്ടിയെന്ന് ഓർക്കുന്നുണ്ടോ? അവിടെ നമുക്ക് നൾ സ്പേസ് അതായത് കേർണൽ ഓഫ് എഫ് എന്ന് പറയുന്നത് ദി സ്പാൻ ഓഫ് കോസ് ആയിരുന്നു. സ്പാൻ ഓഫ് കോസ് എന്നായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. ഓക്കെ, പേജ് നമ്പർ 100 നോക്കിയാൽ മതി. പേജ് നമ്പർ 100-നകത്ത് ഏറ്റവും താഴെയായിട്ട് നമ്മൾക്ക് കിട്ടിയതാണ്, നമ്മളവിടെ കിട്ടിയതായിരുന്നു. അവിടെ നൾ സ്പേസ് എന്ന് പറയുന്നത് സ്പാൻ ഓഫ് കോസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ എത്രയാണ്? 1 അല്ലേ? ഒരു എലമെൻ്റെയാണ് സ്പാൻ ചെയ്യുന്നത്. therefore അതിൻ്റെ ഡയമെൻഷൻ 1 ആയിരിക്കും. ഓക്കെ, ഡയമെൻഷൻ 1 എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ നള്ളിറ്റി, നൾ സ്പേസിൻ്റെ ഡയമെൻഷനെയാണ് നള്ളിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതേപ്പോൾ അതിൻ്റെ നള്ളിറ്റി 1 വരും. നെക്സ്റ്റ് അടുത്ത നമ്മൾ അതുപോലെ ഈ ഡബ്ല്യൂവിലെ ഏതെങ്കിലും ഒരു എലിമെൻ്റ് എടുക്കുക. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂവിൻ്റെ ഡിപ്പാച്ചർ സ്പേസ് ആണ് ഡബ്ല്യു. ഓക്കെ, അപ്പോൾ ഡബ്ല്യൂവിലെ ഏതൊരു എലമെൻറ്റിനെയും നമുക്ക് എങ്ങനെ എഴുതാം? ഡബ്ല്യു ഈസ് സ്പാൻഡ് ബൈ സൈൻ ആൻഡ് കോസ്. therefore ഡബ്ല്യൂവിലെ ഏതൊരു എലമെൻറ്റിനെ നമുക്ക് ലീനിയർ കോമ്പിനേഷൻ ഓഫ് സൈൻ ആൻഡ് കോസ് എന്ന് എഴുതാമല്ലോ. അതായത് സം എ സൈൻ എക്സ് പ്ലസ് ബി കോസ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, എ സൈൻ എക്സ് പ്ലസ് ബി കോസ് എക്സ്. അപ്പോൾ ഇവിടെ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കി ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കുക. എഫിൻ്റെ സ്ഥാനത്ത് ഇത് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നൾ സ്പേസിലെ എലമെൻ്റ് ആണെങ്കിൽ എന്തായിരിക്കണം? അത് ഈക്വൽ ടു 0 കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ നമുക്ക് ന്യൂ ഓഫ് എഫ് ഇസിക്കൽ ടു 0 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടുപിടിക്കുമ്പോൾ തന്നെ ന്യൂ ഓഫ് എഫ് 0 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അതായത് നമുക്കവിടെ ഹിൻറ്റ് കൊടുത്തിട്ടുണ്ട് ആൻസേഴ്സിൻ്റെ, നിങ്ങളത് ചെയ്ത് നോക്കിയാൽ മതി. ന്യൂ ഓഫ് എഫ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to 2π എഫ് ആണ്. അപ്പോൾ അത് ചെയ്ത് നോക്കുക. എഫിൻ്റെ സ്ഥാനത്ത് എ സൈൻ എക്സ് പ്ലസ് ബി കോസ് എക്സ് ചെയ്യുക. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് ന്യൂ ഓഫ് എക്സ് 0 ആയിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, ന്യൂ ഓഫ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നെ 0 ആണ്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ അതിൻ്റെ നള്ളിറ്റി എന്തായിരിക്കും? ന്യൂ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ തന്നെ 0 ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ നള്ളിറ്റി എന്തായിരിക്കും? ഓക്കെ, അതായത് എന്താണ്? ഡബ്ല്യൂവിലെ എല്ലാ എലമെൻസിനെയും 0യിലേക്ക് മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കേണൽ എന്തായിരിക്കും? ഡബ്ല്യു ഫുൾ വരുമല്ലോ. കാരണം ന്യൂ ഓഫ് എഫ് എന്ന് പറയുന്നത് 0 ആണ്. therefore ഡബ്ല്യൂവിലെ എല്ലാ എലമെൻറ്റിനെയും 0യിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ കേണൽ ഓഫ് ന്യൂ എന്ന് പറയുന്നത് ഡബ്ല്യു വരും. ഓക്കെ, ഡബ്ല്യു എന്താണ്? അപ്പം നള്ളിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡബ്ല്യുവിൻ്റെ ഡയമെൻഷൻ ആയിരിക്കും. ഓക്കെ, ഡബ്ല്യുവിൻ്റെ ഡയമെൻഷൻ എന്താണ്? 2 ആണ്. കാരണം ഡബ്ല്യു ഈസ് സ്പാൻഡ് ബൈ സൈൻ ആൻഡ് കോസ്. ഓക്കെ, നെക്സ്റ്റ് അവസാനത്തെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ന്യൂ ഓഫ് എഫ് ഇസ് ഇക്വൽ ടു ഡി എഫ് ഓഫ് 0 ആണ്. ഓക്കെ, ന്യൂ ഓഫ് എഫ് ഇസ് ഇക്വൽ ടു ഡി എഫ് ഓഫ് 0. ഓക്കെ, അപ്പോൾ എന്താണ്? എഫ് ഓഫ് എക്സ് ഇതാണ്. അപ്പോൾ ഡി എഫ് എന്ത് വരും? ഡി എഫ് എന്ന് പറയുന്നത് എ കോസ് എക്സ് മൈനസ് ബി സൈൻ എക്സ്. ഓക്കെ, ഡി എഫ് ഓഫ് 0 എന്ത് വരും? കോസ് 0 1 ആണ്. അപ്പോൾ ഇത് എ വരും. സൈൻ 0 0 ആണ്. ഓക്കെ, അപ്പോൾ ഡി എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എ ആണ്. ഓക്കെ, നമുക്ക് നള്ളിറ്റി ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നൾ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഇതിനെ 0യിലേക്ക് മാപ്പ് ചെയ്യണം. അതായത് ഇത് ഈക്വൽ ടു 0 ആകണം. നൾ സ്പേസിൻ്റെ ഇതില്ലേ ഡി എഫ് ഓഫ് 0 എന്ന് പറയുന്നത് ഇതാണ് ന്യൂ ഓഫ് എഫ്. ന്യൂ ഓഫ് എഫ് ഇസിക്കൽ ടു ഡി എഫ് ഓഫ് 0 ആണ്. അപ്പോൾ അത് 0യിലേക്ക് മാപ്പ് ചെയ്യുന്ന എലമെൻറ്റ്സ് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം അതിൻ്റെ ഇമേജസ് എ ആണ്. അപ്പോൾ അത് 0യിലേക്ക് മാപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എ ഈസ് ഈക്വൽ ടു 0 ആയിരിക്കണം. ഓക്കെ, നൾ സ്പേസിൻ്റെ കണ്ടീഷൻ കൊടുക്കുമ്പോൾ നൾ സ്പേസ് എന്താണ്? നൾ സ്പേസ് തന്നെ എന്താണ്? ഇമേജ് 0 ആകുന്ന
നമ്മുടെ ഡിപ്പാച്ചർ സ്പേസിലെ എലമെൻസിൻ്റെ കളക്ഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇമേജ് എന്ന് പറയുന്നത് എ ആണ്. അപ്പോൾ അത് സീറോയോട് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തായിരിക്കണം, എ ഇസിക്കൽ 0 എന്ന് പറഞ്ഞ കണ്ടീഷൻ കിട്ടി. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സിൻ്റെ അകത്ത് എ 0 കൊടുക്കുമ്പോൾ എന്താ കിട്ടുന്നത്, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ബി കോസ് എക്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഡബ്ല്യുവിൻ്റെ അകത്തെ കോസ് എക്സ് സ്പാൻ ചെയ്യുന്ന എലമെൻസുകളുടെ കളക്ഷനാണ് ബി കോസ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്താണ്, സ്കെയിലാർ മൾട്ടിപ്പിൾസ് ഓഫ് കോസ് എക്സ് ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ കേർണൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, സ്പാൻ ഓഫ് കോസ് ആയിരിക്കും. ഓക്കെ, അപ്പം അതിൻ്റെ ഡയമെൻഷൻ എത്ര വരും, 1 അല്ലേ വരുന്നത്. കോസ് എക്സ് മാത്രമാണ് അവിടെ സ്പാൻ ചെയ്യുന്നത്, ദെയർഫോർ അതിൻ്റെ ഡയമെൻഷൻ 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ലാസ്റ്റ് ഒരു എക്സസൈസും കൂടി ഉണ്ട്. ലാസ്റ്റ് വൺ ഈസ് in the vector space of real continuous functions, let W is equal to span of FGH, where f of x equal to e raised to x, g of x equal to e raised to minus x, and h of x equal to x. Let T from W to W be a linear mapping given by nu of T of nu is equal to d square nu minus nu. Determine the rank and nullity of T. ഓക്കെ, ഇപ്പോൾ എന്താ നമുക്ക് തന്നിരിക്കുന്നത്, ടി എന്ന് പറയുന്നത് ഡബ്ല്യുവിൽ നിന്ന് ഡബ്ല്യുവിലേക്കുള്ളൊരു ഫങ്ഷനാണ്. ഓക്കെ, അപ്പം ഡബ്ല്യുവിലെ എലമെൻറ്റ്സ് എന്താണ്, ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പാൻ ഓഫ് എഫ് കോമ ജി കോമ എച്ച് ആണ്. ഓക്കെ, അപ്പം ഡബ്ല്യുവിലെ ഒരു എലമെൻറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം, ലീനിയർ കോമ്പിനേഷൻ ഓഫ് എഫ് ജി എച്ച് ആയിട്ട് എഴുതാമല്ലോ. ഓക്കെ, എഫും ജി എച്ച് ആണ് നമുക്ക് എന്താണെന്ന് തന്നിട്ടുണ്ട്. അപ്പം ഡബ്ല്യുവിലെ ഒരു എലമെൻറ്റിനെ, ഓക്കെ, ഡബ്ല്യുവിലെ എലമെൻ്റ് ആണ് ന്യൂ എന്ന് പറഞ്ഞേക്കുന്നത്, കാരണം ടിയുടെ ഡിപ്പാച്ചർ സ്പേസ് ഡബ്ല്യു ആണല്ലോ. അപ്പോൾ ഡബ്ല്യുവിലെ എലമെൻറ്റിനാണ് ന്യൂ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ന്യൂവിനെ എങ്ങനെ എഴുതാം, ഇറ്റ്സ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് λ1 ഇൻറ്റു ഇ റേസ് ടു എക്സ് പ്ലസ് λ2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് പ്ലസ് λ3 ഇൻറ്റു എക്സ്. ഓക്കെ, ഇനി നമ്മുടെ ഫംഗ്ഷൻ എന്താണ്, ഡി സ്ക്വയർ ന്യൂ മൈനസ് ന്യൂ ആണ്. ഓക്കെ ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ ഡി ഓഫ് ന്യൂ കാണുന്നു. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, ഡി ഓഫ് ന്യൂ കാണുമ്പോൾ എന്ത് വരും, λ1 ഇ റേസ് ടു എക്സ് മൈനസ് λ2 ഇ റേസ് ടു മൈനസ് എക്സ് പ്ലസ് λ3. ഓക്കെ, ഡി സ്ക്വയർ ന്യൂ കാണുന്നു. ഡി സ്ക്വയർ ഓഫ് ന്യൂ എന്ന് പറയുന്നത് λ1 ഇ റേസ് ടു എക്സ് പ്ലസ് λ2 ഇ റേസ് ടു മൈനസ് എക്സ് പ്ലസ് 0. ഓക്കെ, എന്താണ്, ഡി സ്ക്വയർ ന്യൂ മൈനസ് ന്യൂ ആണ് നമ്മുടെ ടി ഓഫ് ന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡി സ്ക്വയർ ന്യൂ മൈനസ് ന്യൂ എഴുതുന്നു. ന്യൂ എന്തായിരുന്നു, λ1 ഇ റേസ് ടു എക്സ് പ്ലസ് λ2 ഇ റേസ് ടു മൈനസ് എക്സ് പ്ലസ് λ3 ഇ റേസ് ടു λ3 എക്സ്. ഓക്കെ, ദാറ്റ് ഈസ് ഇനി നമ്മൾ എഴുതുമ്പോഴത്തേക്കും ദാറ്റ് ഈസ് നമുക്ക് ടി ഓഫ് ന്യൂ എന്ന് പറയുന്നതാണിത്. ടി ഓഫ് ന്യൂ എന്ന് പറയുന്നത് എന്താണ്, ഓക്കെ, ഇവിടെ λ1 ഇ റേസ് ടു എക്സും λ1 ഇ റേസ് ടു എക്സും ക്യാൻസലായി പോയി, ഇവിടെ ഒരു മൈനസ് ആയിരുന്നു. പിന്നെ λ2 ഇ റേസ് ടു മൈനസ് എക്സും മൈനസ് λ2 ഇ റേസ് ടു മൈനസ് എക്സും ക്യാൻസലായി പോയി. ഓക്കെ, ബാക്കി ടി ഓഫ് ന്യൂ അപ്പോൾ എന്താ വരുന്നത്, മൈനസ് λ3 എക്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടി ഓഫ് ന്യൂ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താണ്, മൈനസ് λ3 എക്സ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ റാങ്ക് എന്തായിരിക്കും, റാങ്ക് എന്ന് വെച്ചാൽ ഇമേജ് സെറ്റിൻ്റെ ഡയമെൻഷൻ, ഇമേജിൻ്റെ ഡയമെൻഷൻ. ഓക്കെ, അപ്പോൾ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സിൻ്റെ സ്കെയിലാർ മൾട്ടിപ്പിൾസ് ആണ് ഇമേജ്. ഓക്കെ, അപ്പം എക്സ് വെച്ച് സ്പാൻ ചെയ്താൽ പോലെ ഇമേജ് സ്പേസ് ഈസ് സ്പാൻഡ് ബൈ എക്സ് എന്ന് നമുക്ക് പറയാമല്ലോ. ഓക്കെ, അപ്പോൾ ഇമേജ് എത്രയായിരിക്കും, ഇമേജ് സ്പേസിൻ്റെ ഡയമെൻഷൻ അതായത് റാങ്ക് എത്രയായിരിക്കും, 1 ആയിരിക്കും റാങ്ക് വരുന്നത്. ഓക്കെ, അതുപോലെ ഇനി എന്താ, നമുക്ക് നള്ളിറ്റിയും കണ്ടുപിടിക്കണം. നള്ളിറ്റി എന്ന് വെച്ചാൽ എന്താണ്, കേർണലിൻ്റെ ഡയമെൻഷൻ. ഓക്കെ, അപ്പോൾ കേർണൽ എന്തായിരിക്കണം, അപ്പോൾ നമുക്കിവിടെ കിട്ടി ടി ഓഫ് ന്യൂ മൈനസ് λ3 എക്സ് ആണെന്ന് കിട്ടി. ഓക്കെ, ടി ഓഫ് ന്യൂ, ഈ ന്യൂ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും,
ന്യൂ എന്ന് പറയുന്നത് ലീനിയർ കോമ്പിനേഷൻ ഓഫ് ഇ റേസ് ടു എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ന്യൂ എന്ന് പറയുന്നത് എക്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പം കിട്ടി ടി ഓഫ് ന്യൂ ഓഫ് എക്സ് എന്ന് വെച്ചാൽ മൈനസ് ലാംഡ 3 ഇൻറ്റു എക്സ് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇനി നള്ളിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതായത് ഇതിനെ സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്ന ഡബ്ല്യൂയിലെ എലിമെൻസിൻ്റെ കളക്ഷനാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇമേജ് സീറോ ആവുക. ഇമേജ് സീറോ ആകുക എന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ നമുക്ക് നൾ സ്പേസ് എങ്ങനെ എഴുതാം? കേർണൽ ഓഫ് ടി ഇസ് ഈക്വൽ ടു ദ കളക്ഷൻ ഓഫ് ഓൾ elements in W. Wയിലെ എലമെൻറ്റ്സ് ആണ്. ദാറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് ന്യൂ ബിലോങ്സ് ടു W such that T of new is equal to 0. ഓക്കെ, ഇനി ന്യൂവിലെ എലമെൻറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? ദ സെറ്റ് ഓഫ് ഓൾ ലാംഡ 1 ഇ റേസ് ടു എക്സ് പ്ലസ് ലാംഡ 2 ഇ റേസ് ടു മൈനസ് എക്സ് പ്ലസ് ലാംഡ 3 എക്സ് സച്ച് ദാറ്റ് ടി ഓഫ് ന്യൂ ഓഫ് എക്സ് എന്താണ്? ടി ഓഫ് ന്യൂ എന്താണ്? മൈനസ് ലാംഡ 3 എക്സ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, മൈനസ് ലാംഡ 3 എക്സ് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ എന്താണ്? ലാംഡ 3 എക്സും 0 ആണല്ലോ. ഓക്കെ, അപ്പോൾ എന്താണ്? ഈ ടേം 0 ആയിപ്പോയി. അപ്പോൾ എന്താ നമുക്ക് കിട്ടുന്ന സെറ്റ് ഓഫ് ഓൾ ലാംഡ 1 ഇ റേസ് ടു എക്സ് പ്ലസ് ലാംഡ 2 ഇ റേസ് ടു മൈനസ് എക്സ് സച്ച് ദാറ്റ് അവിടെ ലാംഡ 1 ലാംഡ 2 ഒക്കെ എവിടുത്തെ എലമെൻ്റ് ആയിരിക്കും? റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഈ സെറ്റ് എന്താണ്? സ്പാൻ ഓഫ് ഇ റേസ് ടു എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് ആണല്ലോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും? കേർണൽ ഓഫ് ടി എന്ന് പറയുന്നത് സ്പാൻ ഓഫ് ഇ റേസ് ടു എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് ആയിട്ട് കിട്ടി. ദെയർഫോർ അതിൻ്റെ ഡയമെൻഷൻ ആയിരിക്കും നള്ളിറ്റി എന്ന് പറയുന്നത്. ദെയർഫോർ നള്ളിറ്റി എന്ത് വരും? 2 ആയിരിക്കും. കാരണം 2 എലമെൻറ്റ്സ് ആണ് കേർണലിനെ സ്പാൻ ചെയ്യുന്നത്. ദെയർഫോർ നള്ളിറ്റി, അതായത് കേർണലിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ബുക്കിൽ എഴുതിയെടുക്കുക. അപ്പോൾ അതിൻ്റെ ഹിൻറ്റും അവിടെ സൊല്യൂഷൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഹിൻറ്റും കൊടുത്തിട്ടുണ്ട്. അവിടെ എഫിനും ജിക്കും എച്ചിനും പകരം ഇ റേസ് ടു എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് എക്സ് എന്ന് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അവിടെ നമുക്കിപ്പം ചെയ്ത് കിട്ടിയ പോലെ തന്നെ ടി ഓഫ് ന്യൂ ഓഫ് എക്സ് എന്താണെന്നുണ്ട്. അതുപോലെ കേർണൽ ഓഫ് ടി, അതായത് എഫും ജിയും സ്പാൻ ചെയ്യുന്ന സെറ്റായിരിക്കും കേർണൽ. എഫും ജി എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് ഇ റേസ് ടു മൈനസ് എക്സും. ഓക്കെ, അടുത്തൊരു തിയറാണ് തിയറം 6.5. Let V and W be vector spaces each of dimension n over a field F. Okay, Vക്കും Wനും സെയിം ഡയമെൻഷൻ ആണ്. If F from V to W is linear, then the following statements are equivalent. 1. F is injective. 2. F is adjective. 3. F is bijective. 4. F carries basis to basis in the sense that if V1, V2, etc. Vn is a basis of V, then f of V1, etc. f of Vn is a basis of W. Okay. അപ്പോൾ നമ്മൾ ആദ്യം 1 implies 3 പ്രൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്താ അസ്യൂം ചെയ്യേണ്ടത്? എഫ് ഇൻജക്റ്റീവ് ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ഇൻജക്റ്റീവ് എന്ന് പറഞ്ഞാൽ 1 1. ഓക്കെ, നമ്മൾ ഡെഫിനിഷൻ കണ്ടായിരുന്നല്ലോ. ഇൻജക്റ്റീവും സബ്ജക്റ്റീവും ബൈജക്റ്റീവും ഒക്കെ നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഇൻജക്റ്റീവ് ആണെന്ന് അസ്യൂം ചെയ്ത് നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എഫ് ബൈജക്റ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സപ്പോസ് ദാറ്റ് എഫ് ഈസ് ഇൻജക്റ്റീവ്. ഇൻജക്റ്റീവ് ആകുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു തിയറം കണ്ടായിരുന്നു. എന്താണ്? ഇൻജക്റ്റീവ് ആണെങ്കിൽ കേർണൽ ഓഫ് എഫ് കണ്ടെയ്ൻസ് ഓൺലി 1 element വിച്ച് ഈസ് സെറ്റ് 0. ഓക്കെ, ആൻഡ് സോ ഡയമെൻഷൻ ഓഫ് കേർണൽ ഓഫ് എഫ് ഇസിക്കൽ ടു 0. സെറ്റ് 0യുടെ ഡയമെൻഷൻ 0 ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ ഡയമെൻഷൻ തിയറം? ഡയമെൻഷൻ തിയറം വെച്ച് എന്തായിരുന്നു? ഡയമെൻഷൻ ഓഫ് കേർണൽ ഓഫ് എഫ്, ഡയമെൻഷൻ ഓഫ് കേർണൽ ഓഫ് എഫ് പ്ലസ് ഡയമെൻഷൻ ഓഫ് ഇമേജ് ഓഫ് എഫ് എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് വി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഡയമെൻഷൻ ഓഫ് കേർണൽ ഓഫ് എഫ് ഇവിടെ 0 ആണ്. ഓക്കെ, ഇപ്പോൾ 0 പ്ലസ് ഡയമെൻഷൻ ഓഫ് ഇമേജ് ഓഫ് എഫ് ഇസ് ഈക്വൽ ടു എൻ ആണ്. എൻ എന്ന് പറയുന്നത് എന്താണ്? ഡയമെൻഷൻ ഓഫ് വി. ഓക്കെ, പിന്നെ നമുക്ക് തന്നിട്ടുണ്ട് ഡയമെൻഷൻ ഓഫ് വിയും ഡയമെൻഷൻ ഓഫ് ഡബ്ല്യുവും എൻ ആണ്, സെയിം ആണ്. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? ഡയമെൻഷൻ ഓഫ് വി ഇസിക്കൽ ടു ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു. അതായത് എന്താ? ഡയമെൻഷൻ ഓഫ് ഇമേജ് ഓഫ് എഫ് ഇസിക്കൽ ടു ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു എന്ന് കിട്ടി. ശരിക്കും എന്താ ഈ ഇമേജ് ഓഫ് എഫ് എന്ന് പറയുന്നത്? ഇഫ് എഫ് ഫ്രം വി ടു ഡബ്ല്യു ആണെങ്കിൽ ഇമേജ് ഓഫ് എഫ് എന്ന് പറയുന്നത് ഡബ്ല്യുവിൻ്റെ ഒരു സബ്സെറ്റ് ആണല്ലോ.
Okay, image of f is a subset of W, but we get dimension of image of f is equal to dimension of W. ഓക്കെ, അപ്പോൾ നമ്മളുടെ തിയറം 5.9 വെച്ച് എന്ത് പറയാം, ആ രണ്ട് സെറ്റും സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് ഇമേജ് ഓഫ് എഫ് ഈസ് ഈക്വൽ ടു W. ഓക്കെ, അതല്ലേ സബ്ജക്റ്റീവിൻ്റെ കണ്ടീഷൻ, അതല്ലേ ഇമേജ് ഓഫ് എഫ് W ആകുന്ന എഫിനെയാണ് നമ്മൾ സബ്ജക്റ്റീവ്, അതായത് അല്ലെങ്കിൽ ഓൺ ടു എന്ന് പറയുന്നത് അങ്ങനെയല്ലേ. ഓക്കെ, therefore f is surjective. അപ്പോൾ ഓൾസോ ഇൻജക്റ്റീവ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ സബ്ജക്റ്റീവ് ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇൻജക്റ്റീവും സബ്ജക്റ്റീവും ആയതുകൊണ്ട് എഫ് ഈസ് ബൈജക്റ്റീവ്. ഓക്കെ, അപ്പം 1 implies 3 നമ്മൾ പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് 2 implies 3 ആണ്. അപ്പോൾ 2 അസ്യൂം ചെയ്യുന്നു, എഫ് സബ്ജക്റ്റീവ് ആണെന്ന് അസ്യൂം ചെയ്തു, എഫ് ബൈജക്റ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ 2 implies 3. സപ്പോസ് ദാറ്റ് എഫ് ഈസ് സബ്ജക്റ്റീവ് ആകുമ്പോഴത്തെ കണ്ടീഷൻ ഇമേജ് ഓഫ് എഫ് എന്ന് പറയുന്നത് ഫുൾ W ആയിരിക്കും. ഓക്കെ, ആൻഡ് സോ ബൈ തിയറം ഓക്കെ ഇമേജ് ഓഫ് എഫ് ഇസ് ഇക്വൽ ടു W ആകുമ്പം ഡയമെൻഷൻ ഓഫ് ഇമേജ് ഓഫ് എഫ് ഇസ് ഇക്വൽ ടു ഡയമെൻഷൻ ഓഫ് W ആണ്. ഓക്കെ, അപ്പോൾ ഡയമെൻഷൻ ഓഫ് W എന്നും തന്നിട്ടുണ്ട്, n എന്തിനോട് ഈക്വലാണ്, ഡയമെൻഷൻ ഓഫ് വിയും n ആണ്. ഓക്കെ, ഇനി നമ്മുടെ ഡയമെൻഷൻ തിയറം വെച്ച് നമുക്ക് എന്ത് പറയാം, ഡയമെൻഷൻ ഓഫ് വി ഈസ് ഇക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഇമേജ് ഓഫ് എഫ് പ്ലസ് ഡയമെൻഷൻ ഓഫ് കേർണൽ ഓഫ് എഫ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൺസിഡർ ചെയ്യുക. ഡയമെൻഷൻ ഓഫ് ഇമേജ് ഓഫ് എഫ് ഇസ് ഇക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഇമേജ് ഓഫ് എഫ് പ്ലസ് ഡയമെൻഷൻ ഓഫ് കേർണൽ ഓഫ് എഫ്. ഓക്കെ, അപ്പോൾ ഡയമെൻഷൻ ഓഫ് കേർണൽ ഓഫ് എഫ് എന്തായിരിക്കും, ഇത് ഇവിടെ കൊണ്ടുപോയി മൈനസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഡയമെൻഷൻ ഓഫ് കേർണൽ ഓഫ് എഫ് എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് ഇമേജ് ഓഫ് എഫ് മൈനസ് ഡയമെൻഷൻ ഓഫ് ഇമേജ് ഓഫ് എഫ് എന്ന് പറയും. ദാറ്റ് ഈസ് ഡയമെൻഷൻ ഓഫ് കേർണൽ ഓഫ് എഫ് ഇസ് ഇക്വൽ ടു 0. ഓക്കെ, ഒരു സെറ്റിൻ്റെ ഡയമെൻഷൻ 0 എന്ന് പറഞ്ഞാൽ ആ സെറ്റ് എന്തായിരിക്കും, സെറ്റ് 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച തിയറം വെച്ച് എന്ത് പറയാം, ബൈ തിയറം 6.3 എഫ് ഈസ് ഇൻജക്റ്റീവ്. ഓക്കെ, നമ്മൾ ആ തിയറം എന്താണ്, ഇൻജക്റ്റീവ് ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കേർണൽ ഓഫ് എഫ് ഈസ് ഇക്വൽ ടു സെറ്റ് 0 ആണ്. ഓക്കെ, അപ്പോൾ എഫ് ഇൻജക്റ്റീവ് ആയി ആൻഡ് ഹെൻസ് ബൈജക്റ്റീവ്. നമ്മൾ സബ്ജക്റ്റീവ് ആണെന്ന് അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ നമുക്കിപ്പോൾ ചെയ്ത് വന്നപ്പോൾ അത് ഇൻജക്റ്റീവും ആണെന്ന് കിട്ടി. therefore എഫ് ഈസ് ബൈജക്റ്റീവ്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 implies 3യും പ്രൂവ് ചെയ്തു. ഇനി 3 implies 1. 3 implies 1 എങ്ങനെയാണ്, ഓക്കെ ബൈജക്റ്റീവ് ആണെങ്കിൽ ഇൻജക്റ്റീവ് ആയിരിക്കില്ല ക്ലിയർലി, കാരണം ഇൻജക്റ്റീവ് പ്ലസ് സബ്ജക്റ്റീവ് ആണ് ബൈജക്റ്റീവ്. ഓക്കെ, അപ്പോൾ ബൈജക്റ്റീവ് ആണെങ്കിൽ ഇൻജക്റ്റീവ് ആയിരിക്കും. അതുപോലെ നമുക്ക് ഇതിങ്ങനെ പറയാലോ, 3 implies 2ഉം പറയാലോ, ബൈജക്റ്റീവ് ഇംപ്ലൈസ് സബ്ജക്റ്റീവ് എന്നും പറയാലോ. ഓക്കെ, നെക്സ്റ്റ് 1 implies 4 ആണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ 1ൻ്റെ അത് നമ്മൾ അസ്യൂം ചെയ്യുന്നു എഫ് ഇൻജക്റ്റീവ് ആണെന്ന് അസ്യൂം ചെയ്തു. ഇനി എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, എഫ് ബേസിസിലേക്ക് മാപ്പ് ചെയ്യുന്നെന്ന് കാണിക്കണം. അതായത് V1 V2 എക്സെട്ര Vn എന്ന് പറയുന്നത് വിയുടെ ബേസിസ് ആണെങ്കിൽ അതിൻ്റെ ഇമേജ് സെറ്റ്, അതായത് എഫ് ഓഫ് V1 എക്സെട്ര എഫ് ഓഫ് Vn എന്ന് പറയുന്നത് ബേസിസ് ഓഫ് W ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, എഫ് ഇൻജക്റ്റീവ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. 1 implies 4 ആണ് പ്രൂവ് ചെയ്യുന്നത്. സപ്പോസ് എഫ് ഈസ് ഇൻജക്റ്റീവ്. ഓക്കെ, പിന്നെ എന്താണ്, V1 V2 എക്സെട്ര Vn എന്ന് പറയുന്നത് ബേസിസ് ഓഫ് വി ആണെന്ന് നമ്മൾ എടുക്കുന്നു. ഓക്കെ, അപ്പം അങ്ങനെ ആകുമ്പം എഫ് ഓഫ് V1 എക്സെട്ര എഫ് ഓഫ് Vn ആർ ഡിസ്റ്റിങ്ക്റ്റ്. അതെങ്ങനെയാണ് കിട്ടിയേ, സിൻസ് എഫ് ഈസ് ഇൻജക്റ്റീവ്, നമ്മൾ എഫ് ഇൻജക്റ്റീവ് ആണെന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. ഇൻജക്റ്റീവ് എന്ന് തന്നെ 1 1, അതായത് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻസിന് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് ആയിരിക്കും. ഓക്കെ, ബേസിസിൻ്റെ അകത്ത് എലമെൻസ് എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഇമേജസും ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും, കാരണം എഫ് ഇൻജക്റ്റീവ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഈ എലമെൻറ്റ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കാണിക്കാൻ പോവുക. ഓക്കെ, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കാണിക്കാൻ എന്താ ചെയ്യേണ്ടത്, അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 എന്ന് അസ്യൂം ചെയ്തിട്ട് അവിടുത്തെ സ്കെയിലാസ് 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എടുത്തു, സമ്മേഷൻ ലാംഡ ഐ എഫ് ഓഫ് വി ഐ ഈസ് ഇക്വൽ ടു 0 എന്ന് അസ്യൂം ചെയ്തു. ഓക്കെ, ഇതിനെ നമുക്ക് ലീനിയറിൻ്റെ കണ്ടീഷൻ വെച്ച് അതിനെ എങ്ങനെ എഴുതാം, എഫ് ഓഫ് സമ്മേഷൻ ലാംഡ ഐ വി ഐ ഈസ് ഇക്വൽ ടു 0 എന്ന് എഴുതാം. ലീനിയറിൻ്റെ കണ്ടീഷൻസ്, 2 കണ്ടീഷൻസ് വെച്ച്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു, സമ്മേഷൻ ലാംഡ ഐ എഫ് ഓഫ് വി ഐനെ നമുക്ക് എഫ് ഓഫ് സമ്മേഷൻ ലാംഡ ഐ വി ഐ എന്ന് എഴുതാം. ഓക്കെ, അതായത് എന്താണ്, ഈ എലമെൻറ്റിൻ്റെ ഇമേജ് 0 ആണ്. ഓക്കെ, എഫ് ഓഫ് സമ്മേഷൻ ലാംഡ ഐ വി ഐ ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഈ എലമെൻറ്റിൻ്റെ ഇമേജ് 0 ആണ്. ദെർഫോർ നമുക്ക് എന്ത് പറയാം, ഈ എലമെൻറ്റ് എവിടുത്തെ എലമെൻ്റ് ആയിരിക്കും, കേർണൽ ഓഫ് എഫിലെ എലമെൻ്റ് ആയിരിക്കുമല്ലോ. ഓക്കെ, പിന്നെ എഫ് ഇൻജക്റ്റീവ് ആയതുകൊണ്ട് നമുക്ക് എന്തറിയാം, കേർണൽ ഓഫ് എഫ് സെറ്റ് 0 ആണ്. ഓക്കെ, അപ്പം ഈ എലമെൻറ്റ് കേർണൽ ഓഫ് എഫിലുണ്ട്.
പക്ഷേ കേർണൽ ഓഫ് എഫിൽ 0 എന്ന് പറഞ്ഞ എലമെൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് എന്ത് പറയാം, ഈ എലമെൻ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കണം. ദാറ്റ് ഈസ് സമ്മേഷൻ ലാംഡ ഐ വി ഐ ഇസ് ഇക്വൽ ടു 0. ഓക്കെ, പിന്നെ V1 V2 എക്സെട്ര വി എൻ എന്താണെന്നാണ് തന്നിരിക്കുന്നത്, നമുക്ക് ബേസിസ് ഓഫ് വി എന്നാണ് തന്നിരിക്കുന്നത്. ബേസിസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം V1 എക്സെട്ര വി എന്ന് പറഞ്ഞ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അതുപോലെ അതിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടി. അപ്പം നമുക്ക് എന്ത് പറയാം, ഈ ലാംഡായിസ് എല്ലാം 0 ആയിരിക്കുമല്ലോ. സിൻസ് V1 V2 എക്സെട്ര വി എൻ ഈസ് എ ബേസിസ്, അതുകൊണ്ട് അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ട് ഈ സ്കെയിലാർസ് എല്ലാം 0 ആണ്. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മൾ എഫ് ഓഫ് വി ഐകളുടെ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 എന്ന് അസ്യൂം ചെയ്തു. എന്നിട്ട് അവിടുത്തെ സ്കെയിലാർസ് എല്ലാം 0 ആണെന്ന് കിട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, എഫ് ഓഫ് V1 എഫ് ഓഫ് V2 എക്സെട്ര എഫ് ഓഫ് വി എൻ എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചൊരു തിയറം ഓർക്കുക, നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ അകത്ത് കൊറോളറി 2 ഓഫ് തിയറം 5.8 അവിടെ എന്തായിരുന്നു പറഞ്ഞിരുന്നത്, ഇഫ് വി ഈസ് എ വെക്റ്റർ സ്പേസ് ഓഫ് ഡയമെൻഷൻ n, അങ്ങനെയാണെങ്കിൽ എനി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് കണ്ടെയ്നിങ് n എലമെൻറ്റ്സ് ഇസ് എ ബേസിസ് ഓഫ് വി. ഓർക്കുന്നുണ്ടോ, വിയുടെ ഡയമെൻഷൻ n ആണെങ്കിൽ എനി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് കണ്ടെയ്നിങ് n ഈസ് എ ബേസിസ് ഓഫ് വി. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് കിട്ടിയത്, ദിസ് സെറ്റ് എഫ് ഓഫ് V1 V2 എക്സെട്ര എഫ് ഓഫ് വി എന്ന് പറഞ്ഞ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ്. ഇതിൻ്റെ അകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ട്, n എലമെൻറ്റ്സ് അല്ലേ ഉള്ളേ. ഓക്കെ, കാരണം നമ്മൾ എഫ് ഓഫ് V1 V2 എക്സെട്ര എഫ് ഓഫ് വി എൻ ഡിസ്റ്റിങ്ക്റ്റ് ആണെന്ന് നമുക്ക് കിട്ടിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് n എലമെൻറ്റ്സ് ഉള്ള കാരണം ഇതിൻ്റെ അകത്തും n എലമെൻറ്റ്സ് ആണുള്ളത്. ഓക്കെ, ഇനി n എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, ഡബ്ല്യുവിൻ്റെയും ഡയമെൻഷൻ അല്ലേ, ഡബ്ല്യുവിൻ്റെയും ഡയമെൻഷനാണ് n. ഓക്കെ, അപ്പോൾ ഡബ്ല്യുവിൻ്റെ ബേസിസ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താണ്, ദിസ് സെറ്റ് ഈസ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് കണ്ടെയ്നിങ് n എലമെൻറ്റ്സ്. അവിടെ n എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാണ്, ഡയമെൻഷൻ ഓഫ് ഡബ്ല്യുവിനോട് ഈക്വലാണ്. ഓക്കെ, അപ്പം അത് ബേസിസ് ഫോം ചെയ്യുമല്ലോ നമ്മുടെ തിയറം, കൊറോളറി ഓഫ് തിയറം 5.8 വെച്ച് ഈ സെറ്റ് എഫ് ഓഫ് V1 V2 എക്സെട്ര എഫ് ഓഫ് വി എൻ എന്ന് പറഞ്ഞ് ബേസിസ് ഓഫ് ഡബ്ല്യു ആകും. സിൻസ് ഇറ്റ് ഈസ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് കണ്ടെയ്നിങ് n എലമെൻറ്റ്സ് വെയർ n ഈസ് ദി ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു. ഓക്കെ, അപ്പോൾ 1 ഇംപ്ലൈസ് 4 നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പം ഇതെന്ന് പറയുന്നത് ബേസിസ് ആയി. ഓക്കെ, നെക്സ്റ്റ് 4 ഇംപ്ലൈസ് 2. ഓക്കെ, 4 എന്താണ്, 4 ഇപ്പം നമ്മൾ കണ്ടത്, അതായത് V1 V2 എക്സെട്ര വി എൻ എന്ന് പറയുന്നത് ബേസിസ് ഓഫ് വി ആണെങ്കിൽ എഫ് ഓഫ് V1 എഫ് ഓഫ് V2 എക്സെട്ര എഫ് ഓഫ് വി എൻ എന്ന് പറയുന്നത് ബേസിസ് ഓഫ് ഡബ്ല്യു ആണെന്നാണ് 4 പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി 2 പ്രൂവ് ചെയ്യണം. 2 എന്ന് വെച്ചാൽ എന്താണ്, എഫ് സബ്ജക്റ്റീവ് എന്നാണ് 2 പറയുന്നത്. ഓക്കെ, സിൻസ് എവറി ലീനിയർ കോമ്പിനേഷൻ ഓഫ് എഫ് ഓഫ് V1 എക്സെട്ര എഫ് ഓഫ് വി എൻ ബിലോങ്സ് ടു ഇമേജ് ഓഫ് എഫ്. ഓക്കെ, അതെങ്ങനെയാണ് കിട്ടിയത്, ലീനിയർ കോമ്പിനേഷൻ ഓഫ് എഫ് ഓഫ് V1 എക്സെട്ര എഫ് ഓഫ് വി എന്ന് പറയുന്നത് ഇമേജ് എഫിലെ എലമെൻ്റ് ആയിരിക്കും. ഓക്കെ, അതെങ്ങനെയാണ് നോക്കാം. ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദീസ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, സം ലാംഡ 1 ഇൻറ്റു എഫ് ഓഫ് V1 പ്ലസ് എക്സെട്ര പ്ലസ് ലാംഡ n ഇൻറ്റു എഫ് ഓഫ് വി എൻ. ഓക്കെ, അതിനെ നമുക്ക് ലീനിയറിൻ്റെ കണ്ടീഷൻ വെച്ച് എങ്ങനെ എഴുതാം, എഫ് ഓഫ് ലാംഡ V1 പ്ലസ് എക്സെട്ര പ്ലസ് എഫ് ഓഫ് ലാംഡ 1 V1 എക്സെട്ര ലാംഡ n വി എൻ എന്ന് എഴുതാമല്ലോ. ഓക്കെ, ഇതിൻ്റെ വീണ്ടും ലീനിയറിൻ്റെ കണ്ടീഷൻ വെച്ചാൽ എഫ് ഓഫ് ലാംഡ 1 V1 പ്ലസ് എക്സെട്ര പ്ലസ് ലാംഡ n വി എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ലീനിയർ കോമ്പിനേഷൻ നമുക്ക് ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇത് ബിലോങ്സ് ടു ഇമേജ് ഓഫ് എഫ് എന്നാണ് നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇത് ഇമേജ് ഓഫ് എഫിൻ്റെ അകത്ത് എലമെൻ്റ് ആയിരിക്കുമോ, V1 V2 എക്സെട്ര വി എൻ എന്താണ്, ബേസിസ് ഓഫ് വി ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലാംഡ V1 പ്ലസ് എക്സെട്ര ലാംഡ n വി എൻ എവിടുത്തെ എലമെൻ്റ് ആയിരിക്കും, വെക്റ്റർ സ്പേസിലെ തന്നെ എലമെൻ്റ് ആയിരിക്കുമല്ലോ. കാരണം വെക്റ്റർ സ്പേസ് ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആൻഡ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, V1 V2 എക്സെട്ര വി എൻ വിക്കകത്ത് എലമെൻറ്റ്സ് ആണ്, ബേസിസും ആണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ എവിടുത്തെ എലമെൻ്റ് ആയിരിക്കും, ഈ അകത്ത് കിടക്കുന്ന ഈ എലമെൻ്റ് എന്ന് പറയുന്നത് വിയിലെ ഒരു എലമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ്, എഫ് ഓഫ് വിയിലെ ഒരു എലമെൻ്റ് എന്നാണല്ലോ ഈ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് എവിടുത്തെ എലമെൻ്റ് ആയിരിക്കും, ഇമേജ് ഓഫ് എഫിലെ എലമെൻ്റ് ആയിരിക്കുമല്ലോ.
ഓക്കെ, എഫ് ഓഫ് ലാംഡ വൺ വി വൺ പ്ലസ് എക്സെട്ര ലാംഡ എൻ വി എൻ എന്ന് പറയുന്നത് ഇമേജ് ഓഫ് എഫിലെ എലമെൻ്റ് ആയിരിക്കും. ഓക്കെ, അതായത് ലീനിയർ കോമ്പിനേഷൻ ഓഫ് എഫ് ഓഫ് വി വൺ എക്സെട്ര എഫ് ഓഫ് വി എൻ എന്ന് പറയുന്നത് ഇമേജ് എഫിലെ എലമെൻ്റ് ആയിരിക്കും. ഓക്കെ.